വിശദമായ വാർത്തകളിലേക്ക് കടന്നാൽ തുടരന്വേഷണം അട്ടിമറിച്ചെന്നാരോപിച്ച് ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെ അതിജീവിത മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് കൂടിക്കാഴ്ച. അന്വേഷണം അവസാനിപ്പിക്കാൻ സർക്കാരും കൂട്ടുനിൽക്കുന്നുവെന്ന് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ഉമേഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് നടിയുടെ ഭാഗത്ത് നിന്ന്, അതിജീവിതയുടെ ഭാഗത്ത് നിന്ന്. ഇത് പ്രധാനപ്പെട്ട ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അതിൽ ഗുരുതരമായ ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. മുഖ്യമന്ത്രിയെ കാണുന്നതിലൂടെ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാൻ അതിജീവിത ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായി രാഷ്ട്രീയ ഇടപെടൽ കൂടാതെയുള്ള അന്വേഷണം അത് നടക്കണമെന്നുള്ള ആവശ്യമായിരിക്കും അതിജീവിത പ്രധാനമായി മുഖ്യമന്ത്രിയോട് ഉന്നയിക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെടുക. കഴിഞ്ഞ ദിവസമെല്ലാം മുഖ്യമന്ത്രി പൊതുവേദികളിൽ പ്രസംഗിച്ചിരുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടലോ ഒന്നും ഉണ്ടാകില്ല, സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ അതിജീവിതയുടെ ഈ ഒരു ആവശ്യം സർക്കാർ അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. ഇത്തരമൊരു ആവശ്യം അത് സ്വാഭാവികമായി ഇരയ്ക്ക് ഉണ്ടാകേണ്ട ആവശ്യം തന്നെയാണ്. അന്വേഷണ സംഘത്തിന് സ്വതന്ത്രമായി അന്വേഷിക്കാനുള്ള അവസരമൊരുക്കണം. ബാഹ്യ ഇടപെടലില്ലാതെ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. പൂർണ്ണമായി അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. ആ ഒരു ആവശ്യം കൃത്യമായി ഇന്ന് അതിജീവിത മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയും അതിന് അനുകൂലമായ ഒരു മറുപടി ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹർജി പിൻവലിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ അവയ്ക്കെല്ലാം ഒരു അവസാനമാകാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കൂടിയായതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യവും കൈവന്നിരുന്നു. അതിനുശേഷം സംഭവത്തിന് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളും വിവാദമായിരുന്നു. അതിനുശേഷമാണ് എന്തായാലും മുഖ്യമന്ത്രി കാണാനുള്ള സമയം അനുവദിക്കുകയും മുഖ്യമന്ത്രി അതിജീവിതയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത്. ഇതിൽ എന്ത് നിലപാട്, അതായത് ഇതുവരെയുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇതുവരെയുള്ള വിവരം പ്രകാരം മുഖ്യമന്ത്രി എന്തായാലും ഇതിന് അല്ലെങ്കിൽ അതിജീവിതയുടെ ആവശ്യങ്ങൾക്കെതിരെ നിൽക്കില്ല എന്നുള്ളത് തന്നെയാകും. എന്തായാലും തുടരന്വേഷണം ആദ്യം ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തിയിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത്, അതിനുശേഷം അന്വേഷണം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം ചേർത്തായിരുന്നു അന്വേഷണത്തിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട്. അന്വേഷണത്തിൽ സർക്കാരിൻ്റെ കൂടി ഉന്നതരെ സ്വാധീനിച്ചുകൊണ്ട് ഇത് ഒതുക്കാൻ 8ാം പ്രതി കൂടിയായ ദിലീപ് ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളെല്ലാം അതിജീവിത ഉന്നയിച്ചത്. എന്തായാലും അതിനുശേഷം തുടങ്ങിയ രാഷ്ട്രീയ വിവാദങ്ങൾ, ആ രാഷ്ട്രീയ വിവാദങ്ങൾക്കെല്ലാം ഒരു പക്ഷേ ഇന്നത്തോടുകൂടി ഒരു അവസാനം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതായത് ഉമേഷ്, ഇത്തരത്തിൽ ഒരു ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയാൽ അതിജീവിത ഇന്നലെ കോടതിയിൽ സർക്കാർ ആവശ്യപ്പെട്ടതുപോലെ ഹർജി പിൻവലിച്ചേക്കാം. പ്രത്യേകിച്ചും ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ള CPM നേതാക്കളുടെ പരാമർശമുണ്ട്. അതിജീവിതയ്ക്കെതിരെ CPM നേതാക്കളായ മുഖ്യമന്ത്രി ഒഴിച്ചുള്ള പ്രധാനപ്പെട്ട CPM നേതാക്കളൊക്കെ ആക്ഷേപമായി രംഗത്ത് വന്നിരുന്നു. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ തരത്തിൽ ഒരു ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയാൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകില്ല, കാര്യക്ഷമമായ അന്വേഷണം മുന്നോട്ട് പോകും, കൃത്യമായി പ്രതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയാൽ ഹർജി പിൻവലിക്കാം എന്നുള്ള ഉറപ്പ് നൽകിയായിരിക്കുമോ ഒരുപക്ഷെ അവരുടെ മടക്കം? തീർച്ചയായും സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഇത്തരത്തിലൊരു ഉറപ്പ് നൽകുമ്പോൾ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം ഹർജി പിൻവലിക്കുക എന്നുള്ള ആവശ്യം തന്നെയായിരിക്കും. സ്വാഭാവികമായി അത് ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ സർക്കാർ നീതിപൂർവമായ ഇടപെടൽ ഉണ്ടാകും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളൊരു ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹർജിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഈ അതിജീവിത തയ്യാറാവുകയും ചെയ്യും എന്നാണ് കരുതുന്നത്. എന്തായാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കരുതലുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അക്കാര്യത്തിൽ ഒരുപക്ഷെ കൂടിയാലോചനകൾക്കോ അഭിഭാഷകരോ എല്ലാം കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും പ്രതികരണം ഉണ്ടാകാൻ സാധ്യത. എങ്കിലും ഇപ്പോൾ കരുതുന്നത് ഇത്തരത്തിൽ അതിജീവിതയുടെ പ്രധാന ആവശ്യം നീതിയുക്തമായ അന്വേഷണം കേസിൽ നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണം നടക്കണം. കൂടാതെ ബാഹ്യ ഇടപെടലുകൾ അന്വേഷണത്തിൽ ഉണ്ടാകാൻ പാടില്ല. കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ പാടില്ല. പൂർണ്ണ തോതിലുള്ള തുടരന്വേഷണം, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പൂർണ്ണ തോതിൽ അന്വേഷിച്ച് പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ സമയമെടുത്ത് പകുതി അന്വേഷണം നടത്തി അത് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. പൂർണ്ണമായി അന്വേഷിച്ച കേസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുകയാണെങ്കിൽ ഈ ഒരു വിവാദം 2 ദിവസമായി തുടരുന്ന വിവാദം അവസാനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന ഈ ഒരു പരാതിയിൽ അല്ലെങ്കിൽ ഇത്തരമൊരു ഹർജിയിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ള സംശയം പ്രകടിപ്പിച്ചത്, കൂടാതെ LDF കൺവീനർ നടത്തിയ ഒരു ആക്ഷേപം, ആ 2 ആക്ഷേപങ്ങളും ഒരുപക്ഷെ അവർ തന്നെ തിരുത്തേണ്ടി വരും. അത് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുമോ അല്ലെങ്കിൽ തിരുത്തലിൻ്റെ ഭാഗമായി ഉണ്ടാകുമോ എന്നറിയില്ല. അല്ലെങ്കിൽ അത്തരമൊരു ഉറപ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകുമോ എന്നുള്ള കാര്യവും അറിയില്ല. എങ്കിലും അന്വേഷണം
ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ ചർച്ച അവസാനിച്ചു എന്നുള്ള വിവരമാണ്. രഞ്ജിത്ത്, കൂടിക്കാഴ്ച അവസാനിച്ചു എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ അതിജീവിത പുറത്തേക്ക് വരാൻ സാധ്യതയുമുണ്ട്. എന്തായാലും ചർച്ച കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഈ ഒരു തീരുമാനം, ഏത് തീരുമാനത്തിലേക്ക് അതിജീവിത എത്തും, ഈ ഹർജി പിൻവലിക്കുമോ തുടങ്ങിയവയെല്ലാം രാഷ്ട്രീയമായി തന്നെ ഏറ്റവും പ്രധാനമാണ്. ഈ കേസിനെ സംബന്ധിച്ച് മാത്രമല്ല, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. സർക്കാരിന് ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാക്കിയ പരാമർശമായിരുന്നു, അല്ലെങ്കിൽ അത്തരമൊരു ഏറ്റവും കൂടുതൽ നാണക്കേടും പ്രതിരോധത്തിലായ സമയമായിരുന്നു അതിജീവിതയുടെ ഹർജി സർക്കാരിനും രാഷ്ട്രീയ നേതൃത്വത്തിനുമെതിരെ ഹൈക്കോടതിയിൽ നൽകിയത്. ആ സാഹചര്യം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടി സർക്കാരിന് അത് പരിഹരിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ അതിജീവിതയുടെ ആവശ്യം, അത് സാധാരണ ഒരു ഇരയുടെ ആവശ്യം തന്നെയാണ്, ഏതൊരു ഇരയുടെയും ആവശ്യമാണ് കേസ് അന്വേഷണം കൃത്യമായി നടക്കുക എന്നുള്ളത്. ആ കേസ് അന്വേഷണം കൃത്യമായി നടക്കുമെന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രി നേരിട്ട് നൽകുന്നതോടുകൂടി ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. ഒരുപക്ഷെ അതിലേക്ക് കാര്യങ്ങൾ എത്താനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ തന്നെ ഇത്തരത്തിൽ കോടതിയിൽ AG അറിയിച്ചതുപോലെ ഇത്തരമൊരു ഹർജി, കേസ് അന്വേഷണം സർക്കാർ അവസാനിപ്പിച്ചിട്ടില്ല, അത്തരമൊരു ഹർജി നൽകിയ സാഹചര്യം അറിയില്ല എന്നുള്ള ഒരു AG നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കേസ് അന്വേഷണം സർക്കാർ അവസാനിപ്പിക്കാൻ പോകുന്നില്ല. പൂർണ്ണമായി കേസ് അന്വേഷിച്ച് മാത്രമേ കുറ്റപത്രം സമർപ്പിക്കുകയുള്ളൂ എന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രി നൽകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവില്ല, അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകും, കൃത്യമായി തന്നെ ഈ കേസിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകും, തെളിവുകൾ കൃത്യമായി കോടതിയിലെത്തും എന്നിങ്ങനെയുള്ള ഉറപ്പുകൾ ഒരുപക്ഷെ കിട്ടിയാൽ അതിജീവിത ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി, അതും സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന ഹർജി, രാഷ്ട്രീയ ഇടപെടലുണ്ട്, പ്രതിയാക്കപ്പെട്ട നടനും സർക്കാരുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്, രാഷ്ട്രീയമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു, തെളിവുകൾ പലതും കോടതിയിൽ എത്തുന്നില്ല, തെളിവുകൾ നശിപ്പിക്കുന്നു എന്നടക്കം ഗുരുതരമായ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി അതിജീവിത സമർപ്പിച്ച ഹർജി ഒരുപക്ഷെ പിൻവലിച്ചേക്കാം. അതാണ് മുഖ്യമന്ത്രി അതിജീവിത കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്ന കാര്യം.